ഒരു ഭാഗത്ത് ഉണങ്ങിയ തേക്കും തോട്ടവും മറുഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ സെന്ന കാടും. രണ്ടും കാടിനും വന്യജീവികൾക്കും ആപത്താണ്. ഇത് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട കാട് തന്നെയാണ്. പക്ഷെ കണ്ടാൽ ഒരു സെന്ന പ്ലാന്റേഷൻ പോലെ ഉണ്ടാവും. ഈ ചെറിയ ചെടി സെന്നയാണ്, പുറകിൽ മരം പോലെ വളർന്നു നിൽക്കുന്നതും സെന്നയാണ്. സെന്നേൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ആഹാരം ഉണ്ടാവില്ല, ഫ്രീ മൂവ്മെന്റ് പോലും ബുദ്ധിമുട്ടാണ് ഇത് വളർന്നു നിൽക്കുന്ന സ്ഥലത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രായത്തിനിടയ്ക്ക് ഇത്രയും വളർന്നു വരുന്ന ഒരു ചെടി മരം വേറെയില്ല. കാരണം ഏത് കാലാവസ്ഥയിൽ വളരും, ഏത് കാലാവസ്ഥയിൽ വളരുന്നത് മാത്രമല്ല അതിൻ്റെ വേര് 10-15 അടി നീളം ഉണ്ടാവും. ചൂട് മുറിച്ച് കഴിഞ്ഞാൽ 15 അടി നീളത്തിലുള്ള വേരിൽ പൂർണ്ണമായിട്ടും മുളച്ചു വരും. ഈ സെന്നയുടെ ഇലയോ പൂവോ കായോ ഒന്നും ഒരു ജീവി ഉപയോഗിക്കില്ല. അപ്പോൾ അത് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6000 വിത്ത് ഒരു സെന്നയിൽ നിന്ന് വീഴും. ഈ 6000 വിത്തും കിളുക്കും എന്നുള്ളതാണ്. 6000 വിത്ത് കിളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതൂർന്ന് കിളുത്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു പുല്ലുണ്ടാകില്ല, സൂര്യപ്രകാശം വെക്കില്ല, നടന്നു പോകാൻ തന്നെ പറ്റുമോ? നടന്നു പോകാൻ കഴിയില്ല. ആ ആനയുടെ സഞ്ചാരപഥമൊക്കെ അതിൽ നിന്ന് മാറി. കടുവ ഇരിക്കില്ല. കടുവയ്ക്ക് പോലും മറ്റു മൃഗങ്ങളൊന്നും മാനകത്തുണ്ടാകില്ല. മാനില്ലെങ്കിൽ കടുവ വരില്ലല്ലോ. അവരുടെ മാംസബുക്കാണല്ലോ കടുവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനുകളൊക്കെ അവിടെ നിന്ന് മാറി ജനവാസ മേഖലയിലേക്ക് കടന്നു. കടുവ പുറകിൽ വരുന്നൊരു യാഥാർത്ഥ്യമാണ്. തേക്കും തോട്ടങ്ങളിൽ വെള്ളമില്ല, യൂക്കാൽ തോട്ടങ്ങളിൽ വെള്ളമില്ല, പുല്ലില്ല അവർക്ക്. ഇപ്പോൾ ഈ കാണുന്നില്ലേ, അടിയിൽ വേറെ ഒന്നും വളരില്ല, വരണ്ടോ. അതിൽ ഈ കമ്പ്യൂട്ടർ ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. മനുഷ്യനായാലും ശരി, വെള്ളവും ഭക്ഷണമില്ലെങ്കിൽ അവൻ ഇതിന്റെ ഇപ്പൊ നമ്മളെ വന്യമൃഗശല്യത്തിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ വനം വകുപ്പും അതായത് സർക്കാരും സർക്കാരിന്റെ വനം വകുപ്പും മുൻകാലങ്ങളിൽ ചെയ്തതിൻ്റെതാണ് ഈ നാട്ടുകാർ അനുഭവിക്കുന്നത്. 100% അത് തന്നെയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ 40% വയനാട്ടിലെ വനത്തിന്റെ ഏകവിള തോട്ടങ്ങളാണ്. മറ്റ് സ്വാഭാവിക വനത്തിലടക്കം ഈ സെന്നയുടെ പ്രശ്നവും വരുന്നു. ഇത് ആണ് വന്യജീവികൾ പുറത്തിറങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ ഏകവിള തോട്ടങ്ങളും നമ്മുടെ അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനവും തന്നെയാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.